ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാർത്തിക്കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കഴിഞ്ഞ ദിവസം ഞാനൊരു അപ്കമിംഗ് റിവ്യൂ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ റിവ്യൂ. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് ഭാസ്കറിന്റെ വീട്ടിലേക്ക് വരികയാണ് ലളിതയും ഭർത്താവും. ലളിതയുടെ ഭർത്താവ് പറയുന്നു, എല്ലാവരും കുടുംബമായിട്ട് മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ. സുധീഷ് ചോദിക്കുന്നു, എന്ത് സർ? ആരാ സുഭാഷ് എന്താ പോലീസ് ഓഫീസർ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എന്റെ ചേട്ടനാ, ഞാൻ സുധീഷ്. ഭാസ്കരൻ ലളിതയും ഭർത്താവിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, താൻ മിണ്ടാതിരിക്കടോ, ഇതിൽ ആരാ സുഭാഷ്? സുഭാഷിനെതിരെ ഇവര് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. എന്ത് കംപ്ലൈന്റ് എന്ന് നിധി ചോദിക്കുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, ഇവരുടെ മകൾ സുനന്ദയുടെ അടുത്ത് സുഭാഷ് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ് സുനന്ദയുടെ അച്ഛനും അമ്മയും കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ലളിതയും ഭർത്താവും ഗംഗാധരനും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധി പറയുന്നു, സർ ഇത് കള്ളമാണ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഹരീഷ് പറയുന്നു, സർ എന്റെ ചേട്ടൻ ഇവരുടെ മകളെ ഒന്നും ചെയ്തില്ല, ഇവര് കള്ളക്കേസ് ഉണ്ടാക്കി പറയുകയാണ്. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, സുഭാഷ് ആരാ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാന് സർ, ഞാൻ സുനന്ദയോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല സർ. ഓഫീസർ പറയുന്നു, ഈ കഥയെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി, പോകാം. ഹരീഷ് പറയുന്നു, സർ സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സർ, എന്റെ ചേട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഓഫീസർ പറയുന്നു, കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നോ? ഞാനെന്താ നിങ്ങളോട് പെർമിഷൻ ആണോ ചോദിച്ചത്? പെൺകുട്ടികളോട് അപമര്യാദയെ പെരുമാറുന്നത് എത്ര വലിയ കേസാണെന്നറിയുമോ? മര്യാദയ്ക്ക് വന്ന വണ്ടി കയറ്. സുഭാഷ് മാത്രമല്ല നിങ്ങളും വന്ന് വണ്ടി കയറ്. നിങ്ങൾ 4 പേരും സ്റ്റേഷനിലേക്ക് വരണം. സുഭാഷ് ഇവരുടെ മകളുടെ അടുത്ത് അപമര്യാദയായി പെരുമാറിയപ്പോൾ ഇവർ സുഭാഷിനെ തല്ലി. അതിന് നിങ്ങൾ അവരുടെ വീട്ടിൽ കയറി തല്ലിയില്ലേ? അതുകൊണ്ട് 4 പേരെയും കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. ഗംഗാധരൻ പറയുന്നു, സർ അന്നും ഇതുപോലാണ് സർ സംഭവിച്ചത്. ഇവരുടെ അച്ഛൻ ഭാസ്കരൻ എന്നെ തെള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പം ഇയാളുടെ മകൻ ഞങ്ങളുടെ പെണ്ണിന്റെ അടുത്ത് അപമര്യാദയെ പെരുമാറിയതും പോരാഞ്ഞ് മുതിർന്നവരാണെന്നുള്ള ഒരു വിചാരവും ഇല്ലാതെ എല്ലാവരും ചേർന്ന് ഞങ്ങളെ തല്ലി. ഇവരിവിടെ താമസിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സ്വസ്ഥത ഉണ്ടാകില്ല. അതുകൊണ്ട് ഇവർക്ക് പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ കേസ് ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കണം സർ. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റൂ. നിധി പറയുന്നു, സർ നികേഷ് കോളേജിൽ പഠിക്കുന്ന പയ്യനാണ്, അവന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓഫീസർ പറയുന്നു, ഇതൊരു സീരിയസ് ആയ പ്രശ്നമാണ്. കോളേജിൽ പഠിക്കുന്ന പയ്യനായാലും ആരായാലും ശരി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ പറ്റൂ. സുഭാഷ് പറയുന്നു, സർ ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിധി പറയുകയാണ്, സർ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ആ സുനന്ദയെ വിളിച്ച് ഒരു വാക്ക് ചോദിക്ക്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സുനന്ദ തന്നെ പറയും. ഓഫീസർ ചോദിക്കുന്നു, അപ്പോ ഇവര് ചെന്ന് ആ പെണ്ണിന്റെ അച്ഛനെ തല്ലിയില്ലെന്നാണോ പറയുന്നത്? ഹരീഷ് പറയുന്നു, സർ അവരാണ് ആദ്യം ഞങ്ങളുടെ ചേട്ടനെ തല്ലിയത്, അപ്പൊ ഞങ്ങൾക്ക് ചുമ്മാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങളും ചെന്ന് അവരെ തല്ലിയത്. സുനന്ദയുടെ അച്ഛൻ ചോദിക്കുന്നു, എന്താടാ നിന്റെ ചേട്ടൻ എന്റെ മോളോട് അപമര്യാദയായി പെരുമാറും, അത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണോടാ? സർ ഇവരെ വെറുതെ വിടരുത്. ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താടാ പോലീസിനെ വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണോ? നീ പറയുന്നതാണോ പോലീസ് കേൾക്കുന്നത്? സർ എന്ത് സർ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ കസ്റ്റഡിയിൽ എടുക്കാനായി വന്നിരിക്കുന്നത്? സുഭാഷ് പറയുന്നു, അച്ഛനൊന്നും മിണ്ടാതിരിക്കെ, അച്ഛൻ സംസാരിച്ച് പ്രശ്നം വഷളാക്കരുത്. ഓഫീസർ പറയുന്നു, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം, എല്ലാവരും വണ്ടി കയറ്. സുഭാഷും സുധീഷും നികേഷും ഹരീഷും എല്ലാം പോലീസ് വണ്ടിയിലേക്ക് കയറുമ്പോൾ അവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷനോടുകൂടി പിന്നാലെ ചെല്ലുകയാണ് നിധി. ലളിതയും ഭർത്താവും ഗംഗാധരനുമെല്ലാം സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ഭാസ്കരൻ വിഷമത്തോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ്. ലളിതയും ഗംഗാധരനും സുനന്ദയുടെ അച്ഛനുമെല്ലാം അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരന്റെ അരികിലേക്ക് വന്ന് നിധി പറയുന്നു, അച്ഛന്റെ 4 മക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ? എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയത്തില്ല. സുനന്ദയുടെ അടുത്ത് സുഭാഷേട്ടനും മോശമായി പെരുമാറിയിട്ടേ ഇല്ല. അവളാ സുഭാഷേട്ടന്റെ അരികിലേക്ക് വന്നത്. സുഭാഷേട്ടൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. ഭാസ്കരൻ പറയുന്നു, അവൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നീ എനിക്ക് സർട്ടിഫിക്കറ്റ് തരണോ? അവനെ എനിക്ക് അറിയത്തില്ലേ? നിധി പറയുന്നു, അറിയാമല്ലോ, പിന്നെന്താ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യണം ഉടനെ. ഭാസ്കരൻ ഒന്നും മിണ്ടാതെ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ നിധി പറയുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അച്ഛൻ എന്തെങ്കിലും ചെയ്യണം. എവിടെ പോയിപ്പോ? ഭാസ്കരൻ നിധിയെ തിരിഞ്ഞു നോക്കാതെ സൈക്കിളിൽ അവിടെ നിന്ന് പോവുകയാണ്. നിധി പറയുന്നു, ഞാൻ സുധീഷിന്റെ അടുത്ത് പറയണ്ടായിരുന്നു, ഇപ്പൊ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെയായി, എന്ത് ചെയ്യണം എനിക്കറിയില്ല. അങ്ങനെ നിധി തന്റെ പേഴ്സും ഫോണും ഒക്കെ എടുത്ത് വാതിലടച്ച് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ലളിതയുടെ വീടിന്റെ ഗേറ്റിന്റെ അരികിൽ വന്ന് ബഹളം വയ്ക്കുകയാണ് ഭാസ്കരൻ. ലളിതയും ഭർത്താവും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാസ്കരൻ പറയുന്നു, നിന്റെ മോളെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മക്കളെയെല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുകയാണല്ലേ? മകളെ നേരെ ചൊവ്വെ വളർത്താൻ അറിയാത്ത നീ എന്റെ മക്കൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ഗംഗാധരൻ പറയുന്നു, നിന്റെ മക്കള് ഞങ്ങളുടെ വീട്ടിൽ കയറി തല്ലിയാൽ ഞങ്ങൾ വെറുതെ വിടണോ? ഇനി നീ നിന്റെ മക്കളെ ജയിലിൽ ചെന്ന് കണ്ടാ മതി. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണ് ഭാസ്കരൻ. ഈ സമയം അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, അച്ഛൻ ഇവിടെ എന്ത് ചെയ്യുക? ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? നീ ആദ്യം വീട്ടിലേക്ക് പോകും, ഇവരോടൊന്നും നീ സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ കൊള്ളത്തില്ല. ലളിത ചോദിക്കുന്നു, നിന്റെ കുടുംബം എങ്ങനത്തെ കുടുംബമാണോ? ഈ നാട്ടിലെ ഒരാളും ഒരു വിലയും തരാത്ത കുടുംബം. അങ്ങനെ ഭാസ്കരനും ലളിതയും ഗംഗാധരനും ലളിതയുടെ ഭർത്താവും എല്ലാം വഴക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന്
നിധി പറയുന്നു, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ദേ നോക്ക്, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയല്ല. 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയിരിക്കുകയാണ്. സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത്? സുനന്ദ കരഞ്ഞുകൊണ്ട് ജനലിലൂടെ നോക്കുമ്പോൾ നിധി സുനന്ദയെ ശ്രദ്ധിക്കുന്നുണ്ട്. ലളിത ചോദിക്കുന്നു, ഞങ്ങൾ എന്താ കള്ളക്കേസാണോ കൊടുത്തത്? അവൻ എന്റെ മോളുടെ അടുത്ത് അപമര്യാദയായി പെരുമാറിയില്ലേ? ഇയാളുടെ മക്കൾ വന്ന് എന്റെ ഭർത്താവിനെ തല്ലിയില്ലേ? എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസമെങ്കിലും സമാധാനത്തോടു കൂടി കഴിയാൻ സമ്മതിച്ചിട്ടുണ്ടോ? ജയിലിൽ കിടന്ന മര്യാദ പഠിക്കട്ടെ, എങ്കിലേ നല്ല ബുദ്ധി വരത്തുള്ളൂ. സുനന്ദ കരഞ്ഞുകൊണ്ട് നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, ഇതൊന്നും ന്യായമല്ല. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ? ലളിത പറയുന്നു, ശരി, ഞങ്ങൾക്ക് ആർക്കും മനസാക്ഷിയില്ല. നിങ്ങൾക്ക് കിലോ കണക്കിന് മനസാക്ഷി ഉണ്ടല്ലോ. പോ ഇവിടുന്ന്. വലിയ വീട്ടിലെ പെണ്ണാണെന്ന് വിചാരിച്ചു. നീ നാണമില്ലാതെ ഇയാളുടെ കൂടെ വന്ന് ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കുന്നു. ഇനി അവര് ജയിലിലായിരിക്കും. ജനലിന്റെ അരികെ നിൽക്കുന്ന സുനന്ദയെ കണ്ട് ലളിത പറയുന്നു, എടി അകത്ത് കൂടി. ഭാസ്കരൻ അവരോട് വഴക്ക് കൂടുമ്പോൾ നിധി പതിയെ വീടിന്റെ പിൻവശത്തേക്ക് പോവുകയാണ്. നിധി ആരും ശ്രദ്ധിക്കുന്നില്ല. ജനലിന്റെ അരികിലേക്ക് വന്ന് നിധി സുനന്ദയെ വിളിക്കുകയാണ്. പതിയെ ജനല് തുറന്ന് നിധി എന്ന് വിളിച്ച് പൊട്ടിക്കരയുക സുനന്ദ. നിധി പറയുന്നു, സുനന്ദ കരയാതെ. സത്യം എന്താണെന്ന് സുനന്ദയ്ക്ക് അറിയാം. സുഭാഷ് ഏട്ടൻ സുനന്ദയോട് അപമര്യാദയായി പെരുമാറിയോ? തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ? സുനന്ദ പറയുന്നു, ഇല്ല. നിധി പറയുന്നു, അവരുടെ ആരുടെയും ഭാഗത്ത് ഒരു തെറ്റും ഇല്ലല്ലോ. ഇപ്പം അവരെല്ലാവരും പോലീസ് സ്റ്റേഷനിലാണ്. സുനന്ദ വന്ന് സത്യം പറയണം. സുനന്ദ ചോദിക്കുന്നു, എന്റെ അവസ്ഥ കണ്ടില്ലേ? ഞാൻ എങ്ങനെ പോലീസ് സ്റ്റേഷൻ വരെ വരും? നിധി ചോദിക്കുന്നു, അപ്പൊ അവരെല്ലാവരും ജയിലിൽ കിടക്കട്ടെ എന്നാ? അതിന് സുനന്ദയ്ക്ക് ഒരു കുഴപ്പമില്ലേ? സുനന്ദയുടെ അടുത്ത് സുഭാഷ് ഏട്ടൻ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് സുനന്ദ തന്നെ സ്റ്റേഷനിൽ വന്ന് പറയണം. സുനന്ദ പറയുന്നു, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനേ പറ്റില്ല നിധി. ഞാൻ സുഭാഷ് ഏട്ടനെ കാണാൻ അങ്ങോട്ട് വരരുതായിരുന്നു. എന്നോട് ക്ഷമിക്ക്. എന്റെ ഭാഗത്താണ് എല്ലാ തെറ്റും. എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല നിധി. ഒന്ന് ആലോചിച്ച് നിധി പറയുന്നു, ശരി, സുനന്ദയുടെ ഫോൺ നമ്പർ താ. സുനന്ദ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഫോണിൽ സേവ് ചെയ്യുകയാണ് നിധി. ഈ സമയവും ലളിതയും ഭാസ്കരനും ലളിതയുടെ ഭർത്താവും ഗംഗാധരനുമെല്ലാം വഴക്കു കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സുഭാഷ് പോലീസ് ഓഫീസറിനോട് പറയുന്നു, സർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനല്ലേ അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞത്? എന്റെ അനിയന്മാര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ മാത്രം കസ്റ്റഡിയിൽ വെച്ച് അവരെ വെറുതെ വിടണം. പോലീസ് ഓഫീസർ പറയുന്നു, മര്യാദയ്ക്ക് അവിടെ പോയിരിക്കും. വിളിക്കുമ്പോ വന്നാ മതി. സുഭാഷ് വിഷമത്തോടുകൂടി നികേഷിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. നികേഷിന്റെ കയ്യിൽ പിടിച്ച് ഹരീഷ് പറയുന്നു, എടാ, ഇതൊരു കള്ളക്കേസാടാ. സത്യം തെളിയും. നീ പേടിക്കണ്ട. തുടർന്ന് സുഭാഷിനെ അരികിലേക്ക് വിളിച്ച് പോലീസ് ഓഫീസർ ചോദിക്കുന്നു, നിനക്ക് ആ വീട്ടുകാര് ആ പെണ്ണിനെ തരില്ല എന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ ആ പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയത്? സുഭാഷ് പറയുന്നു, സർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സർ. ഞാൻ പറയുന്നത് സത്യമാണ്. ഈ സമയം ചന്തുവിനെയും ടിറ്റോയെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് നിധി. ആരാ നിങ്ങളെന്ന് പോലീസ് ഓഫീസർ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, സാർ, ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങളും ഇവരുമായി എന്താ ബന്ധം? എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വിഷമത്തോടുകൂടി നിധി പറയുന്നു, സർ, ഞാൻ സുധീഷിന്റെ ഭാര്യയാണ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. ഓഫീസർ ചോദിക്കുന്നു, ആരാ സുധീഷ്? സാറേ, ഞാനാ സുധീഷ് എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ നിധി പറയുന്നു, സർ, ഇതൊരു കള്ളക്കേസാണ്. ഞാനും ആ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ആരും സുനന്ദയെ വീട്ടിലേക്ക് വിളിച്ചില്ല. സുനന്ദയുടെ ഇഷ്ടത്തിന് സുനന്ദ വീട്ടിലേക്ക് വരികയായിരുന്നു. ഓഫീസർ പറയുന്നു, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയാൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് പുറത്തു പറയാൻ മടിക്കും. പക്ഷെ ഇവിടെ ആ പെണ്ണിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് തന്നിരിക്കുകയാണ്. നിധി പറയുന്നു, സർ, ഞാനൊരു പെണ്ണല്ലേ? ഒരു പെണ്ണിന്റെ അടുത്ത് ഒരാൾ മോശമായി പെരുമാറുന്നത് കണ്ടാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? സർ, സുനന്ദ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഓഫീസർ പറയുന്നു, ആദ്യം നീ ആരാണെന്ന് പറ. ഇവരും നീയും തമ്മിലുള്ള ബന്ധം എന്താ? നിന്നെ കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. നിധി പറയുന്നു, സർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുധീഷിന്റെ ഭാര്യയാണ്. സർ, എന്റെ അച്ഛന്റെ പേര് രാജീവ്. വലിയൊരു ബിസിനസ്സുകാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്റെ അച്ഛനെ അറിയാത്ത ആരുമില്ല. ഞാനും ഒരു ആർക്കിടെക്ട് ആണ്. സാറിന് വേണമെങ്കിൽ എന്നെ പറ്റി അന്വേഷിക്കാം. സർ, ഞാൻ ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞതല്ല. സാർ മനസ്സിലാക്കൂ. സാർ എന്തിനാണോ ഇവരെ അറസ്റ്റ് ചെയ്തത്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ്. സാറിന് ഇനി എന്നെ വിശ്വാസമില്ലെങ്കിൽ സാറിന് സുനന്ദയോട് സംസാരിക്കാം. സുനന്ദയോട് സംസാരിച്ചാലല്ലേ സത്യം അറിയാൻ പറ്റൂ. സാറിന് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ സുനന്ദയുടെ അച്ഛൻ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിച്ചത്? സർ, സുനന്ദ വന്ന് പറയട്ടെ, സുഭാഷ് ഏട്ടൻ സുനന്ദയോട് മോശമായി പെരുമാറിയെന്ന്. സുനന്ദയെ ചോദ്യം ചെയ്യാതെ ആ വീട്ടുകാർ പറഞ്ഞത് മാത്രം കേട്ട് ഇവരെ അറസ്റ്റ് ചെയ്തതല്ലേ? ഓഫീസർ പറയുന്നു, ഇത് അത് മാത്രമല്ല, ഇവരെല്ലാവരും കൂടി ചെന്ന് ആ പെണ്ണിന്റെ അച്ഛനെ തല്ലിയിരിക്കുന്നു. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവര് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. നിധി പറയുന്നു, സർ, അവര് പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. സുനന്ദയുടെ ഫാമിലിയുമായിട്ട് ഞങ്ങളുടെ ഫാമിലിക്ക് പ്രശ്നമുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ കുറ്റക്കാരാക്കണം. ആ സുനന്ദയുടെ ഭാവി പോലും അവര് നോക്കില്ല. ഇന്ന് സുനന്ദ അവരാരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അതേപോലെയാണ്
തന്നെയാണ് ഇന്നും സുനന്ദ വന്നത്. പക്ഷെ പിന്നാലെ വന്ന അവളുടെ അച്ഛൻ എന്തോ തെറ്റിദ്ധരിച്ച് സുഭാഷ് ഏട്ടനെ തല്ലി. ഇതെല്ലാം സുനന്ദയ്ക്കും അറിയാം. സാറ് സുനന്ദയോട് സംസാരിക്കണം. സുഭാഷ് പറയുന്നു, നിധി മോളെ നീ പൊയ്ക്കോ, നീ എന്തിനാ ഇങ്ങോട്ടൊക്കെ വന്നത്? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കാം. അങ്ങനെ നിധി സുഭാഷിനും മനിയന്മാർക്കും വേണ്ടി സംസാരിക്കുകയാണ്. തുടർന്ന് നിധി സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നിധി. റൂമിനകത്ത് കയറി വാതിലടച്ചിട്ട് സുനന്ദ നിധിയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. നിധി എന്ന് വിളിച്ച് സുനന്ദ പൊട്ടിക്കരയുമ്പോൾ നിധി പറയുന്നു, ആദ്യം കരച്ചിലൊന്ന് നിർത്ത്. ഞാൻ പോലീസ് സ്റ്റേഷനിലാണിപ്പോൾ. ഇപ്പൊ ഇവിടെ 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സുനന്ദ പറയുമ്പോൾ നിധി പറയുകയാണ്, ഇവര് സ്റ്റേഷനിൽ തന്നെ ഇരിക്കട്ടെ എന്നാണോ സുനന്ദ പറയുന്നത്? ഇതൊരു സീരിയസ് ആയ കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറ. സുനന്ദ പറയുന്നു, എന്റെ അച്ഛനാ കേസ് കൊടുത്തത്. ഞാൻ എങ്ങനെ അച്ഛനെതിരെ സംസാരിക്കും? നിധി ചോദിക്കുന്നു, അപ്പോ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നിന്റെ സുഭാഷ് ഏട്ടനും അനിയന്മാരും സ്റ്റേഷനിൽ കഴിയട്ടെന്നാണോ? സുനന്ദ പറയുന്നു, എനിക്കറിയാം നിധി, ഞാനും ഇവിടെ ഇരുന്ന് കരയുകയാണ്. നിധി പറയുന്നു, നീ അവിടെ ഇരുന്ന് കരങ്ങിട്ട് ഒരു കാര്യമില്ല. സ്റ്റേഷനിൽ വന്ന് നീ സത്യം തുറന്നു പറയണം. ഞാൻ സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചാൽ എന്നെ പിന്നെ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ സുനന്ദ പൊട്ടിക്കരയുകയാണ്. നിധി പറയുന്നു, തെറ്റ് ചെയ്യാത്ത 4 പേര് ശിക്ഷിക്കപ്പെടട്ടെന്നാണോ? നിനക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. നീ പോലീസുകാരോട് സത്യം തുറന്നു പറയണം. തുടർന്ന് പോലീസ് ഓഫീസറുടെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സർ ഞാൻ സുനന്ദയോട് സംസാരിച്ചു. അവക്ക് വീട്ടിൽ നിന്നും വരാൻ പറ്റില്ലെന്ന്. വീഡിയോ കോളിലൂടെ സത്യം തുറന്നു പറയാമെന്ന് പറയുന്നു. ഓഫീസർ പറയുന്നു, ശരി വീഡിയോ കോൾ ചെയ്യ്. ആ പെൺകുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. നിധി സുനന്ദയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ സുനന്ദ കരഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനായി തുടങ്ങുകയാണ്. ഈ സമയം റൂമിനകത്തേക്ക് കയറി വരികയാണ് ലളിത. സുനന്ദ കോള് കട്ട് ചെയ്യുമ്പോൾ ലളിത ചോദിക്കുന്നു, എടി ഫോണിൽ എന്തോ ചെയ്തോണ്ടിരിക്കുക. നിധി വീണ്ടും സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിധിയുടെ കോള് കണ്ട് സുനന്ദയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ലളിത ചോദിക്കുന്നു, ഇവൾ എന്തിനാടി നിന്നെ വിളിക്കുന്നത്? കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, അമ്മ സുഭാഷ് ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാവർക്കും അറിയാലോ. ഞാനല്ലേ സുഭാഷ് ഏട്ടനെ കാണാൻ അങ്ങോട്ടേക്ക് പോയത്. ലളിത പറയുന്നു, മര്യാദക്ക് ഇതിനകത്തിരുന്നോണം. അവളുടെ ഒരു ഫോണ്. അങ്ങനെ സുനന്ദയുടെ ഫോണുമായി റൂമിൽ നിന്ന് പോകുകയാണ് ലളിത. തുടർന്ന് നിധി പോലീസുകാരനോട് സുനന്ദയുടെ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് ആലോചിച്ചിരിക്കുകയാണ് പോലീസ് ഓഫീസർ. ഈ സമയം പെണ്ണുകാണൽ ചടങ്ങിനായി ഒരുങ്ങിയിരിക്കുകയാണ് സുനന്ദ. തുടർന്ന് നിധി പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് ലളിതയുടെ വീട്ടിലേക്ക് വരികയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന ലളിതയോടും ഭർത്താവിനോടും സുനന്ദയെ ചോദ്യം ചെയ്യണമെന്ന് ഓഫീസർ ആവശ്യപ്പെടുന്നു. കണ്ണു നിറഞ്ഞ ലളിത പറയുന്നു, സർ ഈ സംഭവത്തിന് ശേഷം എന്റെ മോള് വലിയ സങ്കടത്തിലാണ്. അവക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് അവളെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ഇന്നൊരു കൂട്ടര് അവളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. നടന്ന കാര്യങ്ങൾ ഓർത്ത് അവള് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോ അവളെ സമാധാനിപ്പിച്ച് പെണ്ണ് കാണാനായി ഒരുങ്ങാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും അവളോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ച് വേദനിപ്പിക്കല്ലേ സർ? നിധി പറയുന്നു, സർ പ്ലീസ് സർ, ഇത്രയും ദൂരം വരെ വന്നില്ലേ, സുനന്ദയെ കാണാതെ പോകാൻ പറ്റില്ല സർ. ലളിത പറയുന്നു, ഞാൻ അവളുടെ അമ്മയാ. ഈ പെണ്ണ് ആർക്കു വേണ്ടിയാണോ വന്ന് സംസാരിക്കുന്നത്? അവരാണ് ഈ തെറ്റെല്ലാം ചെയ്തത്. നിധി പറയുന്നു, സർ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാ. ഇവര് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. നിധി സുനന്ദയുമായി ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് അവിടെ പ്ലേ ചെയ്യുകയാണ്. സുഭാഷ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് അങ്ങോട്ട് ചെന്നതെന്നും ഇതൊരു കള്ളക്കേസാണെന്നും ഒക്കെ സുനന്ദ പറഞ്ഞത്. എല്ലാം കേട്ട പോലീസ് ഓഫീസർ സുനന്ദയെ വിളിക്കാനായി ആവശ്യപ്പെടുകയാണ്. അകത്തേക്ക് കയറി വന്ന ലളിത, സുഭാഷിനും അനിയന്മാർക്കും അനുകൂലമായി സുനന്ദ സംസാരിച്ചാൽ ഞാനും നിന്റെ അച്ഛനും ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയാണ്. നീ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാരോട് പറയണമെന്നും ആവശ്യപ്പെടുന്നു. അമ്മ എന്ന് വിളിച്ച് സുനന്ദ കരയുമ്പോൾ വാടി എന്ന് പറഞ്ഞ് സുനന്ദയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ലളിത. തുടർന്ന് സുനന്ദയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് ഓഫീസർ. സുനന്ദ നിധിയെ നോക്കുമ്പോൾ ഓഫീസർ ചോദിക്കുന്നു, സത്യത്തിൽ സുഭാഷ് സുനന്ദയോട് മോശമായിട്ട് പെരുമാറിയോ? സത്യം പറ, ഭയപ്പെടണ്ട. സുനന്ദ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ലളിത പറയുന്നു, സുനന്ദ സത്യം പറ. അപ്പൊ നിധി പറയുകയാണ്, സുനന്ദ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. സത്യം എന്താണെന്ന് സുനന്ദയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരു തെറ്റും ചെയ്യാത്തവർ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. സത്യം പറ, സുഭാഷ് ഏട്ടൻ സുനന്ദയോട് മോശമായി പെരുമാറിയോ? പറ സുനന്ദ. കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, ഇല്ല സർ. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ലളിതയും ഭർത്താവും ഗംഗാധരനും. നിധി സമാധാനത്തോടു കൂടി നിൽക്കുന്നു. ലളിത പറയുന്നു, സർ നിങ്ങളെ പേടിച്ച് അവൾ ഇങ്ങനെ പറയുന്നതാ. അപ്പോൾ ഓഫീസർ പറയുകയാണ്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. സുനന്ദ നീ പറ, എന്താ നടന്നതെന്ന് തുറന്നു പറ. നടന്ന കാര്യങ്ങളെല്ലാം സുനന്ദ കരഞ്ഞുകൊണ്ട് തുറന്നു പറയുകയാണ്. എല്ലാം കേട്ട ഓഫീസർ ചോദിക്കുന്നു, പിന്നെന്തിനാ നിന്റെ അച്ഛൻ അങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നത്? സുനന്ദ പറയുകയാണ്, അച്ഛന് ഞാൻ സുഭാഷ് ഏട്ടനെ കാണാൻ പോകുന്നത് ഇഷ്ടമല്ല. അങ്ങനെ സുനന്ദ പൊട്ടിക്കരയുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് സുനന്ദ അകത്തേക്ക് ഓടി പോകുന്നു. പോലീസ് ഓഫീസർ സുനന്ദയുടെ അച്ഛനോട് പറയുന്നു, നിങ്ങളല്ലേ കംപ്ലൈന്റ് തന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. വാ പോകാം. അങ്ങനെ ഓഫീസർ സുനന്ദയുടെ അച്ഛനെയും നിധിയെ എല്ലാം കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന സുനന്ദയുടെ അച്ഛനോട് ഓഫീസർ പറയുന്നു, നീയൊക്കെ ഒരു അച്ഛനാണോ? സ്വന്തം മകളോട് ഒരാൾ അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. ഈ നിധി പറയുന്നത് കേൾക്കാതെ ഞങ്ങൾ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ എത്ര വലിയ തെറ്റായേനെ. കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? സുനന്ദയുടെ അച്ഛൻ പറയുന്നു, സർ ഇവരെല്ലാവരും എന്റെ വീട്ടിൽ വന്ന്
എന്നെ തല്ലി, അത് തെറ്റല്ലേ? അപ്പോൾ ഓഫീസർ പറയുകയാണ്, അടിച്ചെങ്കിൽ അടിച്ചെന്ന് പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ കള്ളക്കേസാണോ കൊടുക്കേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നേരെ അടിപിടിക്ക് പോകാതെ ഇങ്ങോട്ട് വരണം. കോൺസ്റ്റബിൾ ഒപ്പിടിച്ച് ഇവരെ 4 പേരെയും പറഞ്ഞുവിട്. പുഞ്ചിരിച്ച നിധി ഒന്ന് നോക്കിയിട്ട് അവർ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓഫീസർ പറയുന്നു, നിധി ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഈ കേസിൽ കുടുങ്ങി പോയേനെ. അങ്ങനെ ഓഫീസർ നിധിയെ അഭിനന്ദിക്കുകയാണ്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷ്. നിധി താങ്ക് യു സാർ എന്ന് പറയുമ്പോൾ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാനായി പറയുകയാണ് ഓഫീസർ. സുഭാഷിനെ അനിയന്മാരെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് നിധി. തുടർന്ന് നിധി നികേഷിനോട് ചോദിക്കുന്നു, പേടിച്ചുപോയോ? നികേഷ് പറയുന്നു, പേടിച്ചുപോയി ഏട്ടത്തി. സിനിമയിൽ മാത്രമാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുള്ളത്. ഏട്ടത്തി വന്നതിന് ശേഷം എനിക്ക് സമാധാനമായത്. ഏട്ടത്തി രക്ഷിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. താങ്ക്സ് ഏട്ടത്തി. എന്തിനു നിങ്ങൾ എന്നോട് താങ്ക്സ് പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിധി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോയേനെ. സുനന്ദയുടെ അച്ഛനും താക്കീത് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടുകയാണ് ഓഫീസർ. പുറത്തേക്ക് ഇറങ്ങി വരുന്ന സുനന്ദയുടെ അച്ഛൻ കാണുകയാണ് അവിടെ ഒരു കടയിലിരുന്ന് ചായ കുടിക്കുന്ന സുഭാഷിനെയും അനിയന്മാരെയും നിധിയെയും എല്ലാം. ദേഷ്യത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് സുനന്ദയുടെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. മറ്റൊരു റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.